ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം നാം ക്രമമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളാണ് നാം ചിന്തിക്കുവാനിടയായത്. അതിനോടുള്ള ബന്ധത്തിൽ അന്ത്യകാല സംഭവങ്ങളുടെ ക്രമം, ഓർഡർ ഓഫ് ഇവന്റ്സ് ചിന്തിക്കുകയുണ്ടായി. 1-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ ഇങ്ങനെയാണ്: ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ്, ആമേൻ. ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഈ വാക്യങ്ങൾ നാം ചിന്തിച്ചപ്പോൾ ഏത് കണ്ണും അവനെ കാണും എന്ന് പറഞ്ഞത് കുറച്ചുകൂടെ ഗൗരവമായി മനസ്സിലാക്കണം. യേശു ആദ്യം വരുമ്പോൾ ഏത് കണ്ണും അവനെ കാണുന്നില്ല, യേശുവിന്റെ വരവിന്റെ 1-ാമത്തെ ഘട്ടത്തിൽ. എന്നാൽ രണ്ടാമത് അവൻ ഭൂമിയിലേക്ക് വരുമ്പോഴാണ് ഏത് കണ്ണും അവനെ കാണുന്നത് എന്ന് നാം പഠിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് സംഭവങ്ങളുടെ ക്രമം പരിശോധിക്കേണ്ടതായി വന്നത്. സംഭവങ്ങളുടെ ക്രമം പരിശോധിച്ചപ്പോൾ 7 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നാം പരിശോധിക്കുവാനായിട്ട് ഇടയായത്. കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ആകാശത്തിൽ തന്റെ സഭയെ ചേർക്കുന്നു. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശേഷിക്കുന്ന സഭാംഗങ്ങൾ രൂപാന്തരപ്പെടുകയും ചെയ്ത് കർത്താവിന്റെ അടുക്കൽ ഒരു സമാഗമം ഉണ്ടാകുന്നു. അതിനുശേഷം ഭൂമിയിൽ മഹോപദ്രവം നടക്കുന്നു. മഹോപദ്രവം 7 കൊല്ലമാണ്. ആ 7 കൊല്ലം കഴിയുമ്പോഴാണ് യേശു രാജാവായി ഭൂമിയിലേക്ക് മടങ്ങി വരുന്നത്. മടങ്ങി വന്ന് 1000 ആണ്ട് ഈ ഭൂമിയിൽ താൻ ഒരു സൽഭരണം കാഴ്ചവെക്കുന്നു. അതിന്റെ അവസാനത്തിലാണ് അന്ത്യന്യായവിധി. ഒരു വെള്ള സിംഹാസനം പ്രത്യക്ഷപ്പെടുന്നു. ആബാലവൃദ്ധം ജീവിച്ചിരുന്ന എല്ലാ ആളുകളെയും സിംഹാസനത്തിന്റെ മുമ്പിൽ കൂട്ടുന്നു. ഈ ന്യായവിധിയിൽ ദൈവമക്കളില്ല, എടുക്കപ്പെട്ട സഭയില്ല എന്നുള്ള കാര്യം ഓർക്കുക. ന്യായവിധിയിൽ വരുന്നത് പാപികളായ മനുഷ്യരാണ്. അവർ പിശാചിനെ മനസ്സാ വരിച്ചവരാണ്. അവരെ ന്യായം വിധിച്ച് പിശാച് കിടക്കുന്ന തീപ്പൊയ്കയിലേക്ക് അവരെ തള്ളിക്കളയുന്നു. സഭയും കർത്താവും കൂടി നിത്യതയിൽ പ്രവേശിക്കുന്നു. ആ നിത്യതയ്ക്ക് വേണ്ടി ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും സൃഷ്ടിക്കപ്പെടുന്നു. ഇതാണ് സംഭവങ്ങളുടെ ഒരു ലഘുവായ ക്രമം. സാങ്കേതികമായിട്ട് നമ്മൾ അതിനെ ഉൾപ്രാവണം, മഹോപദ്രവം, യേശുവിന്റെ ഭൂമിയിലേക്കുള്ള മടങ്ങിവരവ്, സഹസ്രാബ്ദ വാഴ്ച, അന്ത്യന്യായവിധി, തീപ്പൊയ്ക, നിത്യത, ഇങ്ങനെ തിരിച്ചത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടല്ലോ. 8-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ ചില പേരുകൾ കൊടുത്തിരിക്കുന്നതും നാം കഴിഞ്ഞ ക്ലാസ്സിൽ പരിശോധിക്കുകയുണ്ടായി. അവന്റെ പേരുകൾ വളരെ ശ്രദ്ധേയമാണ്. 8-ാം വാക്യം ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമാകുന്നു, സർവശക്തിയുള്ള ദൈവമായ കർത്താവാകുന്നു. ഈ കാര്യങ്ങളുടെ പ്രാധാന്യം എന്താണെന്നുള്ളതും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിശോധിക്കുകയുണ്ടായി. പിതാവായ ദൈവവും കർത്താവായ യേശുക്രിസ്തുവും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇങ്ങനെയാണ് വെളിപ്പെടുന്നത്. അവരാണ് ആദ്യവും അന്തവും, തുടക്കവും ഒടുക്കവും. അവർ എന്ന് പറഞ്ഞതുകൊണ്ട് 2 പേരുണ്ടെന്ന് കരുതരുത്. പിതാവും പുത്രനുമാകുന്ന ദൈവമാണ് ആദി അന്തം. ത്രിയേക ദൈവത്തെക്കുറിച്ച് ഇതിനു മുമ്പ് നമ്മൾ പരിശോധിച്ചിട്ടുള്ളതാണ്. ആൽഫയും ഒമേഗയും, ഇരിക്കുന്നത്, ഇരുന്നത്, വരുന്നത്, സർവശക്തിയുള്ള നിത്യനായിട്ടുള്ള ദൈവം നമ്മുടെ ദൈവമാണ്. ഈ ദൈവത്തിന്റെ മക്കളായി തീരുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചതോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സംഭവങ്ങളുടെ ക്രമം പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഒന്നുകൂടി ആവർത്തിക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറെ ടേംസ് ഒക്കെ പറഞ്ഞത് ചിലപ്പോൾ ചിലർക്ക് ഗ്രഹിക്കുവാനോ ദഹിക്കുവാനോ കഴിഞ്ഞു കാണുകയില്ല. ട്രിബുലേഷൻ, പ്രീ ട്രിബുലേഷൻ, മിഡ് ട്രിബുലേഷൻ, പോസ്റ്റ് ട്രിബുലേഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. മില്ലേനിയം, പ്രീ മില്ലേനിയം, പോസ്റ്റ് മില്ലേനിയം എന്നൊക്കെ പറഞ്ഞതൊക്കെ ഓർക്കുക. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വ്യാഖ്യാനങ്ങളെല്ലാം ഹൃദിസ്ഥമാക്കുക, അതെല്ലാം ഗ്രഹിക്കുക, അതിന്റെ അന്തസത്ത ഉൾക്കൊള്ളുക എന്നുള്ളതല്ല. കർത്താവ് വരുമ്പോൾ കർത്താവ് വരുമെന്നുള്ളത് ഉറപ്പാണ്. കർത്താവ് 7 പ്രാവശ്യം ഞാൻ വരുമെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പഠിക്കുകയുണ്ടായി. കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞത് ഇതുപോലെ തന്നെ ഞാൻ മടങ്ങി വരും എന്നാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവ് മടങ്ങി വരുമ്പോൾ കർത്താവിന്റെ കൂടെ ചേർക്കപ്പെടുന്ന തരത്തിൽ ഒരു രൂപാന്തരപ്പെട്ട ജീവിതം നയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വ്യാഖ്യാനങ്ങളോ അല്ലെങ്കിൽ ഗൗരവമായ ദീർഘമായ പഠനങ്ങളോ അതിലൊന്നുമല്ല നമ്മുടെ താല്പര്യം ഇരിക്കേണ്ടത്. ബൈബിളൊക്കെ നമ്മൾ വായിക്കണം, പഠിക്കണം ഒക്കെ ശരിയാണ്.
എന്നാൽ ഞാൻ ഈ പുസ്തകം പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ നിങ്ങളോട് പറയുന്നത് പോലെ നമ്മുടെ കണ്ണ് എപ്പോഴും വ്യാഖ്യാനങ്ങളിലോ എന്തെങ്കിലും തത്വസംഹിതകളിലോ ഒന്നും അല്ല ഇരിക്കേണ്ടത്, കർത്താവായ യേശുക്രിസ്തുവിന്റെ മുഖത്താണ്. ആ യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ് ഈ പുസ്തകം തന്നെ. അതുകൊണ്ട് അവൻ നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നുവെങ്കിൽ അവനെ എതിരേൽക്കുവാനായിട്ട്, അവന്റെ കൂടെ ചേർക്കപ്പെടുവാനായിട്ട് നാം ഒരുക്കമുള്ള ഒരു ജീവിതം നയിക്കും. യോഹന്നാൻ അപ്പോസ്തലൻ നമുക്ക് ലേഖനത്തിൽ പറഞ്ഞതുപോലെ അവനിൽ പ്രത്യാശയുള്ളവനൊക്കെ അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. കാരണം അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനോട് സദൃശന്മാരാകും. അതുകൊണ്ട് ആ ഒരു രൂപാന്തരപ്പെട്ട് കർത്താവിന്റെ കൂടെ ചേരുക, മരിച്ചുപോയെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് കർത്താവിന്റെ കൂടെ ചേരുക എന്നുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ട് ഇരിക്കേണ്ടത്. അതിനായിട്ട് ഒരുങ്ങി ജീവിക്കുവാനായിട്ട് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും കർത്താവ് കൃപ തരട്ടെ. ഈ വ്യാഖ്യാനങ്ങളൊന്നും അതിന് നമ്മളെ സഹായിച്ചെന്ന് വരികയല്ല. എന്നാൽ ദൈവവചനം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദൈവപുത്രൻ നമ്മളെ അതിനായിട്ട് ഒരുക്കും. ആ ഒരു ഒരുക്കത്തോടുകൂടെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരാം. ഇന്ന് നാം പഠിക്കുന്നത് യോഹന്നാന്റെ വെളിപ്പാടിലെ യോഹന്നാൻ യേശുവിനെ വെളിപ്പെട്ട് കണ്ടത് ഒന്നാമത്തെ വെളിപ്പാടാണ്. വെളിപ്പാട് പുസ്തകത്തിൽ വെളിപ്പാടിന്റെ ഒരു പരമ്പര തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരു വെളിപ്പാടല്ല, എ സീരീസ് ഓഫ് റെവലേഷൻസ്, വെളിപ്പാടുകളുടെ ഒരു പരമ്പര തന്നെ കാണാനായിട്ട് പോവുകയാണ്. ഇതുവരെ വാസ്തവത്തിൽ അങ്ങനെ വെളിപ്പാടൊന്നും കണ്ടില്ല. ഇതുവരെ ചില കാര്യങ്ങളൊക്കെ നമ്മളോട് പറയുകയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുസ്തകത്തിന് ഒരു ആമുഖമായിരുന്നു. എന്നാൽ ഒരു വെളിപ്പാട് യോഹന്നാൻ കാണുകയാണ് ആദ്യമായിട്ട് യേശുവിന്റെ. ആ കാര്യമാണ് 9-ാം വാക്യം മുതൽ 18-ാം വാക്യം വരെ പറഞ്ഞിരിക്കുന്നത്. അതിന് വേണമെങ്കിൽ ദി ഒക്കേഷൻ ഓഫ് ദ റെവലേഷൻ, വെളിപ്പാട് ലഭിച്ച സന്ദർഭം, സന്ദർഭത്തിൽ ഉണ്ടായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. നാം അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇന്ന് പരിശോധിച്ചു തുടങ്ങുന്ന 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം മുതൽ 18-ാം വാക്യം വരെ ഒന്ന് വായിക്കാം. ക്രമമായിട്ട് ഈ പുസ്തകം പഠിച്ചു വരികയാണെന്നുള്ള കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടല്ലോ. ഞാൻ ആമുഖമായിട്ടും പൊതുവായിട്ടും ചില കാര്യങ്ങൾ പറയുകയായിരുന്നു എന്ന് ആരെങ്കിലും കരുതിയെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നുണ്ടായിരുന്നു. അത് ശരിയാണ്. എന്നാൽ നാം ഇപ്പോൾ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് 9-ാം വാക്യം മുതൽ 18-ാം വാക്യം വരെയാണ് നാം പരിശോധിക്കുന്നത്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം 9-ാം വാക്യം മുതൽ 18-ാം വാക്യം വരെ. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർണ, പെർഗമോസ്, തിയഥൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്യ എന്ന 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എന്റെ പിറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞുപോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ഈ വാക്യങ്ങളാണ് നാം ഇന്ന് ചിന്തിച്ച് തുടങ്ങുന്നത്. വെളിപ്പാടിന്റെ പുസ്തകത്തിൽ 1-ാമത്തെ വെളിപ്പാടിന്റെ സന്ദർഭം എന്നാണ് ഈ ഭാഗത്തിന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാവുന്ന ഒരു തലക്കെട്ട്. നിങ്ങൾ യോഹന്നാൻ അപ്പോസ്തലനെ മനസ്സിൽ കാണുക. അദ്ദേഹം പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ട നിലയിൽ ഏകാന്തനായിരിക്കുമ്പോൾ ഉണ്ടായ ആഴമായ ആത്മീയ അനുഭവത്തിൽ നിന്നാണ് വെളിപ്പാട് പുസ്തകം ഉണ്ടായത്. സന്ദർഭം നിങ്ങൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ
യോഹന്നാൻ അപ്പോസ്തലൻ എന്തുകൊണ്ടാണ് പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ടതെന്ന് ഇതിനു മുമ്പ് നാം പരിശോധിച്ചതാണ്. റോമൻ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയെ നമസ്കരിക്കുവാനും ആരാധിക്കുവാനും താൻ സന്നദ്ധനാകാതിരുന്നത് കൊണ്ട് തന്നെ നാട് കടത്തുകയാണ് ചെയ്തത്. നമുക്ക് ആരാധിക്കുവാനുള്ളത്, നമുക്ക് വണങ്ങുവാനുള്ളത് നമ്മുടെ ആരാധനാപാത്രമായ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവനെ ആരാധിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഇതുപോലത്തെ ദുഷ്കരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. എന്നാൽ അവിടെയും നമ്മളെ കൈവിടാത്ത ഒരു കർത്താവ് നമ്മളുടെ കൂടെ ഉണ്ടല്ലോ. അങ്ങനെ ഏകനായിട്ട് പത്മോസ് ദ്വീപിൽ നാട് കടത്തപ്പെട്ട അവസ്ഥയിൽ ഇരിക്കുമ്പോൾ വളരെ ആഴമായ ആത്മീയ അനുഭവങ്ങളാണ് യോഹന്നാൻ ഉണ്ടായത്. ഈ ആഴമായ അനുഭവങ്ങൾ അദ്ദേഹത്തെ ഒരു വെളിപ്പാടിലേക്ക് നടത്തി. അങ്ങനെയാണ് നമുക്കൊരു വെളിപ്പാട് പുസ്തകം തന്നെ ഉണ്ടായത്. അദ്ദേഹത്തിന് തന്നെ വാക്കുകൾ 9ഉം 10ഉം വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളുടെ സഹോദരനും, അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുന്നതിനെ വളരെ മനോഹരമായിട്ടാണ് അപ്പോസ്തലനെന്നോ നിങ്ങളെക്കാൾ ഉന്നതനായവനെന്നോ ഒന്നുമല്ല, നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ. യോഹന്നാൻ തന്നെ പരിചയപ്പെടുത്തുന്നത് നോക്കുക. സഹോദരൻ, യേശുവിന്റെ കഷ്ടതയിൽ, രാജ്യത്തിൽ, സഹിഷ്ണുതയിൽ കൂട്ടാളി, അതിലെല്ലാം പങ്കാളിത്തം ഉണ്ടായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. എന്തുകൊണ്ടാണ് പത്മോസ് എന്ന ദ്വീപിൽ പോയതെന്നുള്ളത് ഞാൻ വിവരിച്ചത് കൂടാതെ ഇതാ യോഹന്നാൻ തന്നെ തന്റെ സ്വന്തം വാക്കുകളിൽ പറയുകയാണ്, ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം. ദൈവത്തിന്റെ വചനം, യേശുവിന്റെ സാക്ഷ്യം. ദൈവവചനം പ്രമാണിക്കുന്ന ഒരാൾക്കാണ് യേശുവിന്റെ സാക്ഷ്യം. യേശുവിന്റെ സാക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, യേശു ആണ് ഏകദൈവം, അവനിൽ കൂടി അല്ലാതെ മറ്റൊരു ആളിൽ കൂടി നമുക്ക് രക്ഷ പ്രാപിക്കുവാനായിട്ട് കഴിയുകയില്ല. അവനാണ് ആരാധ്യൻ, അവനെ ഒഴികെ നമുക്ക് ആരെയും ആരാധിക്കാനില്ല. അവനെയാണ് ഉയർത്തി കാണിക്കേണ്ടത്. അവൻ ഉയർത്തപ്പെട്ടാലാണ് എല്ലാവരെയും അവങ്കിലേക്ക് ആകർഷിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം ഒരു ഐ വിറ്റ്നസ് പോലെ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നതിനാണ് യേശുവിന്റെ സാക്ഷ്യം. അത് നമ്മുടെ ഉള്ളിൽ ഇരിക്കുമ്പോൾ നമുക്ക് തെറ്റായ പ്രവണതകളിലേക്ക് ഒരിക്കലും തിരിയാനായിട്ട് സാധിക്കത്തില്ല. സ്ഥാപിത താല്പര്യമുള്ള ഒരു കാര്യത്തിലേക്കും, അത് ചിലപ്പോൾ നമുക്ക് ജയിലായിരിക്കും കൊണ്ടുവരുന്നത്, അത് ചിലപ്പോൾ നമുക്ക് നാടുകടത്തലായിരിക്കും കൊണ്ടുവരുന്നത്. എങ്കിലും നാം ആ സാക്ഷ്യത്തിന് വേണ്ടി ഉറച്ച് നിൽക്കും. ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. എന്നിട്ട് പറയുകയാണ്, കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. കർത്തൃ ദിവസത്തിൽ, ഞായറാഴ്ച എന്നുള്ള അർത്ഥമല്ല അവിടെ. കർത്തൃ ദിവസത്തിൽ, കർത്താവ് നിശ്ചയിച്ച ദിവസം. എല്ലാ ദിവസവും യോഹന്നാൻ ആത്മാവിലാണ് ആരാധിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആരാധനയുടെ കാര്യം. ചക്രവർത്തിയെ അല്ല ആരാധിക്കുന്നത്, ദൈവത്തെയാണ് ആരാധിക്കുന്നത്, യേശുവിനെയാണ് ആരാധിക്കുന്നത്. ആത്മാവിലും സത്യത്തിലും മാത്രമേ ഈ ദൈവത്തെ നമുക്ക് ആരാധിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അങ്ങനെ യോഹന്നാൻ എല്ലാ ദിവസവും ആരാധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഓരോ നിമിഷവും ആരാധിച്ചുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. പൗലോസ് പറയുന്നുണ്ടല്ലോ, ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം. അപ്പം ഈ അപ്പോസ്തലനും ആത്മാവിൽ തന്നെയാണ് കർത്താവിനെ ആരാധിക്കുന്നത്. എന്നാൽ ഓൺ ആൻ അപ്പോയിന്റഡ് ഡേ, ദൈവം നിശ്ചയിച്ച ഒരു ദിവസത്തിൽ, കർത്താവിന്റെ ഒരു പ്രത്യേക ദിവസത്തിൽ, കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മാവിലായി. ആത്മവിവശനായി എന്ന് പറഞ്ഞാൽ ഞാൻ ആത്മാവിലായി. ഐ വാസ് ഇൻ ദ സ്പിരിറ്റ്. ഞാൻ ആത്മാവിലായി. ആത്മാവിൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ കാണാനും ഗ്രഹിക്കാനും വ്യാഖ്യാനിക്കാനും കഴിയുകയുള്ളൂ. അങ്ങനെ ആത്മാവിലായപ്പോൾ യോഹന്നാൻ ചിലത് കേട്ടു, യോഹന്നാൻ ചിലത് കണ്ടു, യോഹന്നാൻ ചിലത് ചെയ്തു. നാം വായിച്ച വാക്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 3 തരത്തിൽ തിരിക്കാവുന്നതാണ്. ഒന്നാമത് 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് യോഹന്നാൻ കേട്ട കാര്യങ്ങളാണ്. യോഹന്നാൻ ചില കാര്യങ്ങൾ കേട്ടു. രണ്ടാമത്, ഈ കേട്ടത് ഒരു ശബ്ദമാണെങ്കിൽ ഇത് എവിടുന്ന വരുന്നത്, ആരുടെ ശബ്ദമാണ് എന്ന് അറിയാനായിട്ട് യോഹന്നാൻ തിരിഞ്ഞപ്പോൾ യോഹന്നാൻ കണ്ടു. അതാണ് 12-ാം വാക്യം മുതൽ 16-ാം വാക്യം വരെ പറഞ്ഞിരിക്കുന്നത്. കേട്ടത് 9 മുതൽ 11 വരെ, കണ്ടത് 12 മുതൽ 16 വരെ. അത് കണ്ടപ്പോൾ തനിക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വന്നു. താൻ ചെയ്തതാണ് 17ഉം 18ഉം വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ ഈ 3 തിരിവുകൾ കൂടി കൊടുക്കാവുന്നതാണ്. നമ്മൾ വായിച്ച വാക്യങ്ങൾ പഠന സൗകര്യത്തിനായിട്ട് യോഹന്നാൻ കേട്ടത്, യോഹന്നാൻ കണ്ടത്, യോഹന്നാൻ ചെയ്തത്. 9 മുതൽ 11 വരെ, 12 മുതൽ 16 വരെ, 17 മുതൽ 18 വരെ. അത് ഓരോന്നായിട്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 2-3 വാക്യങ്ങൾ
10-11 വാക്യം, 9-ാം വാക്യം നാം വായിച്ചല്ലോ. 10-11 വാക്യങ്ങളിലാണ് യോഹന്നാൻ കേട്ടത്. വാട്ട് ജോൺ ഹേർഡ് ഈസ് റെക്കോർഡഡ് ഇൻ വേഴ്സസ് 10 and 11. ആത്മാവിലായ യോഹന്നാൻ കാഹളത്തിനൊത്ത ഒരു മഹാനാദം തന്റെ പുറകിൽ കേട്ടു. അങ്ങനെയാണത് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി, ഞാൻ ആത്മാവിലായപ്പോൾ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എന്റെ പുറകിൽ കേട്ടു. കേട്ടപ്പോൾ തന്നെ ഇത് യേശുക്രിസ്തു സംസാരിക്കുന്നതാണെന്ന് യോഹന്നാന് മനസ്സിലായി. നമുക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയാൻ പാടില്ല. എന്നാൽ കേട്ട യോഹന്നാന് ഈ യേശുവിന്റെ ശബ്ദം വളരെ പരിചയമുള്ളതുകൊണ്ട് ഇത് കർത്താവായ യേശുക്രിസ്തു ആണ് സംസാരിക്കുന്നതെന്ന് യോഹന്നാന് മനസ്സിലായി. ഒരു പക്ഷേ യേശുവിന്റെ ശബ്ദം ഇതുപോലെ യോഹന്നാൻ നേരിട്ട് കേട്ടിട്ടിപ്പോൾ 60 വർഷം കഴിഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യവും നമ്മൾ മറന്നു പോകരുത്. 60 വർഷങ്ങൾക്ക് മുൻപാണല്ലോ യേശു ശിഷ്യന്മാരെ വിട്ട് സ്വർഗാരോഹണം ചെയ്തത്. സ്വർഗാരോഹണം ചെയ്തതിന് മുമ്പ് യോഹന്നാൻ യേശുവിന്റെ കൂടെ നടക്കുകയും യേശുവിൽ നിന്ന് പഠിക്കുകയും യേശുവിന്റെ മാർവിടത്തിൽ ചാരുകയും യേശുവിന്റെ കൂടെ വളരെയധികം സമയം ചെലവഴിച്ച് സംഭാഷിച്ച് യേശുവിൽ നിന്ന് നേരിട്ട് കേട്ടിട്ടുള്ള ശബ്ദ പരിചയം യോഹന്നാനുണ്ട്. എന്നാൽ കഴിഞ്ഞ 60 വർഷങ്ങളായിട്ട് അങ്ങനെ ഒരു ആളത്തമായിട്ട് ഇരിക്കുന്ന യേശുവിൽ നിന്ന് നേരിട്ട് കേട്ട ഒരു അനുഭവം അദ്ദേഹത്തിന് ഇല്ല. എങ്കിലും ഈ ശബ്ദം പരിചയമുള്ളത് കൊണ്ടാണ് ഈ ശബ്ദം കേട്ടപ്പോൾ ഇത് യേശുക്രിസ്തുവാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലായിട്ട് അദ്ദേഹം അതിനെ തിരിച്ചറിയുന്നത്. യേശു എന്താണ് പറഞ്ഞതെന്ന് ശ്രദ്ധിക്കുക. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി. സോ ഹീസ് ഗോയിങ് ടു സീ സംതിങ്. എന്തോ കാണാൻ പോവുകയാണ്, കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, വെളിപ്പാടിന്റെ ആദ്യ സന്ദർഭമാണിത്. ഇതുവരെ അങ്ങനൊരു വെളിപ്പാട് കണ്ടില്ല. എന്നാൽ ഇപ്പോൾ വെളിപ്പാട് കാണുക. അപ്പൊ ഉടനെ പറയാണ്, വാട്ട് യു സീ, നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി. കർത്താവായ യേശുക്രിസ്തു തന്നെ തെരഞ്ഞെടുത്തു കൊടുത്ത ആസിയയിലെ, ഏഷ്യ മൈനറിലെ 7 പ്രാദേശിക സഭകൾക്ക് അയക്കുക. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി ആസിയയിലെ 7 പ്രാദേശിക സഭകൾക്ക്. അതെന്തുകൊണ്ടാണ് ഈ 7 പ്രാദേശിക സഭകളെ തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ അത് കർത്താവ് തിരഞ്ഞെടുത്തതാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യേശു തന്നെ തിരഞ്ഞെടുത്തു കൊടുത്ത 7 പ്രാദേശിക സഭകൾക്ക് അയക്കുക. ആ സഭകൾ ഏതാണെന്നുള്ളത് തെറ്റിപ്പോകാതിരിക്കാനായിട്ട് അവയുടെ പേരുകളും പറഞ്ഞു. ഏതൊക്കെയാണ് 7 സഭകൾ എന്ന് യോഹന്നാന് യാതൊരു സംശയവും വരാതിരിക്കാനായിട്ട് ആ സഭകൾക്ക് തന്നെ ഈ സന്ദേശങ്ങൾ എഴുതി അയക്കേണ്ടതിനായിട്ട് ആ സഭകളുടെ പേരുകളും പറഞ്ഞു. നമുക്ക് ആ പേരുകൾ ഒന്നുകൂടെ ഓർക്കാം. എഫെസോസ്, സ്മുർന, പെർഗമോസ്, തിയഥൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്യ. ഇങ്ങനെ 7 സഭകളുടെ പേര് കൃത്യമായിട്ട് പറഞ്ഞിട്ട് നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി ഈ സഭകൾക്ക് അയക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് നമുക്ക് ഈ പുസ്തകം കിട്ടിയത്. ആദ്യം ഈ സഭകൾ അത് വായിച്ചു, പിന്നീട് അത് കൈമാറി നമ്മുടെ അടുക്കൽ വരെ എത്തിയിരിക്കുകയാണ്. നാം ഈ വെളിപ്പാടിനെ കുറിച്ച് തുടർന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു വെളിപ്പാട് യോഹന്നാന് ലഭിച്ചു. തുടർന്ന് ഞാൻ പറഞ്ഞല്ലോ, വെളിപ്പാടിന്റെ ഒരു പരമ്പര തന്നെ ഈ പുസ്തകത്തിലുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിന്റെ ഒരു തുടക്കത്തിലാണല്ലോ നാം നിൽക്കുന്നത്, അതിന്റെ ഒരു സന്ദർഭത്തിലാണല്ലോ നാം ഇപ്പോൾ നിൽക്കുന്നത്. കുറച്ചുകൂടെ മുമ്പോട്ട് പോയി 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുകയാണെങ്കിൽ നമുക്ക് ഈ 1-ാം അധ്യായത്തിലേക്ക് ഉടനെ തിരിച്ചു വരാം കേട്ടോ. 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ യോഹന്നാൻ വീണ്ടും കാഹളത്തിന് ഒത്ത ഒരു മഹാനാദം, അതായത് ആദ്യത്തെ ശബ്ദം തന്നെ, ആദ്യം കേട്ടതും കാഹളത്തിനൊത്ത ഒരു മഹാനാദം ആയിരുന്നു എന്ന് മറന്നു പോകരുത്. ആത്മാവിലായപ്പോൾ യോഹന്നാൻ കാഹളത്തിനൊത്ത ഒരു മഹാനാദമാണ് തന്റെ പുറകിൽ കേട്ടത്. കുറച്ചു സമയം കൂടെ കഴിഞ്ഞപ്പോൾ യോഹന്നാൻ വീണ്ടും കാഹളത്തിനൊത്ത ഒരു മഹാനാദം, ആദ്യത്തെ ശബ്ദം തന്നെ കേട്ടു. ശ്രദ്ധിക്കുക, 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കണ്ടോ, നീ കണ്ടത് എന്ന് പറഞ്ഞപ്പോ കാണുന്നുണ്ട് കേട്ടോ. ഞാൻ കണ്ടു എന്ന് അദ്ദേഹം പറയുകയാണ്. അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം, ഈ ശബ്ദവും ആ ശബ്ദവും ഒന്ന് തന്നെയാ. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. ഉടനെ ഞാൻ ആത്മവിവശനായി. അപ്പം കർത്താവിനെ കാണുമ്പോൾ തന്നെ, കർത്താവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ആത്മാവിന്റെ ഒരു പ്രത്യേക അനുഭവം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ആത്മവിവശൻ, ആത്മാവിന്റെ ഒരു ഔന്നത്യത്തിലേക്ക്, ആത്മാവിന്റെ ഒരു ഉന്നത ശ്രേണിയിലേക്ക് യോഹന്നാൻ നയിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മാവിലായി, ആത്മവിവശനായി എന്ന് പറഞ്ഞാൽ കർത്താവ് കാണിക്കാൻ പോകുന്ന കാര്യങ്ങൾ കാണുവാൻ തക്കവണ്ണം, കേൾക്കുവാൻ തക്കവണ്ണമുള്ള ഒരു
ആത്മീയ പാകതയിലേക്ക്, പക്വതയിലേക്ക്, സ്പിരിച്വൽ മച്യൂരിറ്റി, ലെവൽ ഓഫ് സ്പിരിച്വൽ മച്യൂരിറ്റി, ആ ഒരു തലത്തിലേക്ക് യോഹന്നാൻ ഉയർത്തപ്പെടുന്നതാണ്, ഉണർത്തപ്പെടുന്നതാണ് നാം ഈ വാക്യങ്ങളിലെല്ലാം കാണുന്നത്. അപ്പൊ അതുകൊണ്ട് 1-ാം അധ്യായത്തിൽ യോഹന്നാൻ ശബ്ദം കേട്ടു, കണ്ടു. 4-ാം അധ്യായത്തിൽ വീണ്ടും ഈ കാര്യം ആവർത്തിക്കുന്നതാണ് നാം കാണുന്നത്. ഇനിയും മുമ്പോട്ട് നമ്മൾ വായിച്ചു പോകുമ്പോൾ പല പല ദർശനങ്ങൾ ഇതുപോലെ യോഹന്നാൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആത്മാവിലാണ് യോഹന്നാൻ പ്രാപിച്ചത്, ആത്മാവിലാണ് യോഹന്നാൻ കണ്ടതും കേട്ടതും രേഖപ്പെടുത്തിയതും എന്ന് മറന്നു പോകരുത്. ആത്മാവിലാണ് യോഹന്നാൻ ഈ പുസ്തകം യേശുവിൽ നിന്ന് പ്രാപിച്ചത്. അതുകൊണ്ട് ഞാനിത് നിങ്ങളെ ഇപ്പൊ എടുത്തോർപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇത് വായിക്കുന്ന ആളുകളും വ്യാഖ്യാനിക്കുന്ന ആളുകളും ആത്മാവിലായെങ്കിൽ മാത്രമേ ഈ പുസ്തകം ഗ്രഹിക്കുവാനും കഴിയുകയുള്ളൂ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വ്യാഖ്യാനങ്ങളെ കുറിച്ചും ഇതിനെ അക്കാഡമിക്കായിട്ട് ബൗദ്ധികമായിട്ട് അപഗ്രഹിക്കുന്നതിനെ കുറിച്ചും ഒക്കെ സൂചിപ്പിച്ചിരുന്നു. ബുദ്ധിയിൽ ആക്ഷരികമായി വ്യാഖ്യാനിക്കുമ്പോൾ ധാരാളം പൊരുത്തക്കേടുകൾ, ഒരുപാട് ചേർച്ച ഇല്ലാത്ത തരത്തിലുള്ള അവതരണങ്ങൾ, രണ്ടു പേർക്ക് തന്നെ ചേരാൻ കഴിയാത്ത തരത്തിലൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഇതിനെല്ലാം അടിസ്ഥാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തുവിന്റെ ആത്മാവിലല്ല, പരിശുദ്ധാത്മാവിലല്ല നാം ഈ പുസ്തകത്തെ സമീപിക്കുന്നത്, ഈ പുസ്തകത്തെ വ്യാഖ്യാനിക്കുന്നത്, ഈ പുസ്തകം വായിക്കുന്നത്. നമുക്ക് നമ്മുടെ താല്പര്യവും നമ്മുടെ ആത്മാവും നമ്മുടെ അറിവും നമ്മുടെ പാണ്ഡിത്യവും ഒക്കെ ഇരിക്കുകയാണ്. ദയവായിട്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, ഈ പുസ്തകം പഠിക്കുമ്പോൾ അതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് യോഹന്നാൻ എങ്ങനെയാണ് ഈ പുസ്തകം പ്രാപിച്ചത്, യോഹന്നാൻ എങ്ങനെയാണ് കണ്ടത്, എങ്ങനെയാണ് കേട്ടത്, ഇതൊന്ന് ശ്രദ്ധിക്കുക. ആത്മാവിലാണ് യോഹന്നാൻ ഈ പുസ്തകം യേശുവിൽ നിന്ന് പ്രാപിച്ചത്. വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന നമ്മളും വ്യാഖ്യാനിക്കുന്ന നമ്മള് ആത്മാവിലായാൽ മാത്രമേ ഈ പുസ്തകം വേണ്ടതുപോലെ ഗ്രഹിക്കുവാൻ കഴിയുകയുള്ളൂ. ബുദ്ധിയിൽ അക്ഷരത്തിന്റെ വ്യാഖ്യാനങ്ങൾ നാം അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ, അക്ഷരീയമായി അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ ധാരാളം പൊരുത്തക്കേടുകൾ സംഭവിക്കും എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മൾ ആദ്യം പഠിച്ച കാര്യം യോഹന്നാൻ കേട്ട കാര്യമാണ്. എന്താ യോഹന്നാൻ കേട്ടത്? യോഹന്നാൻ കേട്ടത് രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ ഓർമ്മപ്പെടുത്തിയത്. ഒരു കാര്യമാണ് കേട്ടത്, 2 വാക്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒന്നാമത് 1-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ, നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി 7 സഭകൾക്ക് അയക്കുക എന്നാണ് കേട്ടത്. 4-ന്റെ 1 കൂടെ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചിരുന്നു. അവിടെ നാം കണ്ടത്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. ആ കൽപ്പിച്ചു എന്നുള്ള പദം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കർത്താവായ യേശുക്രിസ്തു കാല് പിടിച്ചു പറയുകയൊന്നും അല്ല ചെയ്യുന്നത്. യേശുക്രിസ്തു രൂപാന്തരപ്പെട്ട് തേജസ്സുള്ള രാജാതിരാജാവായിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത്. അതുകൊണ്ട് യേശു ഈ ലോകത്തിലായിരുന്നപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു. അവൻ കൽപ്പിക്കുക ചെയ്തത്. അവന്റെ വാക്കുകൾ ആധികാരികതയുടെ വാക്കുകളാണ്. അതുകൊണ്ട് ആധികാരികമായിട്ടാണ് ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞത്. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി അയക്കുക. ആ അയക്കുക എന്നുള്ള പദം വായിച്ചാൽ തന്നെ ഇറ്റ്സ് എ കമാൻഡ്മെന്റ്, അതൊരു കൽപ്പനയായിട്ടാണ് വന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി 7 സഭകൾ, അതിന്റെ പേരൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, ഈ സഭകൾക്ക് അയക്കുക. സോ ക്രൈസ്റ്റ് ഈസ് കമാൻഡിങ്. കർത്താവായ യേശുക്രിസ്തു ഇവിടെ കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവന്റെ ശബ്ദം, അവന്റെ വാക്കുകൾ ആധികാരികതയുടെ ശബ്ദമാണ്. അതിനകത്ത് സംശയത്തിന്റെ ഒരു ലെവലേശമില്ല. കാരണം അവനാണ് ഇതിന്റെ എല്ലാം ഉടയവൻ, അവനാണ് ഇതിന്റെ എല്ലാം പരിപാലകൻ, അവനാണ് ഇതിന്റെ എല്ലാം വീണ്ടെടുപ്പുകാരൻ, അവനാണ് ഇനിയും ഇവിടെ വന്ന് രാജ്യത്വം സ്ഥാപിക്കുവാനായിട്ട് പോകുന്നത്. ഇപ്പോൾ സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നുവെങ്കിലും താൻ രാജ്യം തിരിച്ചു പിടിച്ച് തന്റെ രാജ്യം സ്ഥാപിക്കുവാനായിട്ട് വേഗം വരുവാനായിട്ട് പോകുന്നു. രാജാധിരാജാവും കർത്താധി കർത്താവുമായവൻ കൽപ്പിക്കുന്നവനാണ്. അതുകൊണ്ട് ഈ പുസ്തകത്തിൽ നിങ്ങൾ വായിക്കുന്ന, വെളിപ്പാട് പുസ്തകത്തിൽ മാത്രമല്ല, വേദപുസ്തകത്തിൽ നിങ്ങൾ വായിക്കുന്ന എല്ലാ കാര്യങ്ങളും അവന്റെ കൽപ്പനകളാണ് എന്ന് നാം ഗ്രഹിച്ചിരിക്കേണ്ടതാണ്. ചില ആളുകളൊക്കെ കൽപ്പന അനുസരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ സ്നാനപ്പെട്ടോ, അപ്പൊ ആ ഒരു കൽപ്പന മാത്രമേ ഉള്ളൂ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് എന്നെ പലപ്പോഴും ദുഃഖിപ്പിക്കാറുണ്ട്. എന്നാൽ അതിനൊക്കെ മുമ്പും പിമ്പും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എത്രയോ കൽപ്പനകളാ ഈ പുസ്തകത്തിൽ കർത്താവ് തന്നെ നമ്മളോട് തന്നിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. അപ്പൊ അതെന്താ നമ്മൾ കൽപ്പനയായിട്ട് കാണാത്തത്? മാനസാന്തരപ്പെടണം എന്നുള്ളത് കൽപ്പനയാണ്. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, കൽപ്പനയാണ്. സമീപിച്ചിരിക്കുന്നു, ഇതൊന്ന് പരിഗണിക്കണമെന്നല്ല പറഞ്ഞത്.
ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. ഇറ്റ്സ് എ കമാൻഡ്മെന്റ്. സൗകര്യമുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യമല്ല. സൗകര്യമുണ്ടെങ്കിലേ ആളുകൾ ചെയ്യുന്നുള്ളായിരിക്കും. എന്നാൽ അവൻ കൽപ്പിക്കുകയാണ്. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായിട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് നമുക്ക് യേശുക്രിസ്തു നമ്മളോട് പറയുന്നത് കൽപ്പനകളാണ് എന്ന് മനസ്സിലാക്കി ആ കൽപ്പനകളെ അനുസരിക്കുവാൻ തക്കവണ്ണം ഒന്ന് ഒരുങ്ങാം. അതുകൂടി ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആത്മാവിലായ യോഹന്നാൻ കർത്താവിന്റെ കൽപ്പനകളാണ് കേട്ടത്. ആ കൽപ്പനകൾ കേട്ടപ്പോൾ തന്നെ ഇതെന്റെ കർത്താവാണ് പറയുന്നത്, ഇത് അനുസരിക്കേണ്ടതാണ്. 60 കൊല്ലം കഴിഞ്ഞെങ്കിലും എനിക്ക് വളരെ പരിചയമുള്ള ശബ്ദമാണിത് എന്ന് യോഹന്നാൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് യോഹന്നാൻ തന്നോട് സംസാരിച്ച നാദം, ഈ കാഹളത്തിനൊത്ത നാദം ആരുടേതാണ്, ഇത് യേശു തന്നെ അല്ലേ, എന്താണ് ഈ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുന്നത് എന്നൊക്കെ ഗ്രഹിക്കാനായിട്ട് തിരിഞ്ഞ് ചില കാര്യങ്ങൾ കാണുന്നത്. അപ്പൊ നമുക്ക് 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാട്ട് ജോൺ സോ, യോഹന്നാൻ എന്താ കണ്ടതെന്നുള്ളതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാൻ കേട്ട കാര്യം നമ്മളിപ്പോൾ പഠിച്ചല്ലോ. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി 7 സഭകൾക്ക് അയക്കുക എന്നാണ് പറഞ്ഞത്. ഈ ശബ്ദം കാഹളത്തിനകത്ത് ഒരു മഹാനാദമായിരുന്നത് കൊണ്ട് ഇങ്ങനെയാണ് 12ാം വാക്യത്തിൽ എന്നോട് സംസാരിച്ച നാദം എന്ത്, ഒരു ഹൈഫണിട്ട് വേണമെങ്കിൽ ആരുടേത്, ഈ സംസാരിക്കുന്നത് ആരാണ് എന്ന് മനസ്സിലാക്കാനായിട്ടാണ്. എന്ന് കാൺമാൻ, എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാൺമാൻ. ശബ്ദം കാണാൻ പറ്റുകയല്ലോ. അപ്പൊ ഈ ശബ്ദം ആരുടേത്, ആരാണ് ഈ ശബ്ദം ഉണ്ടാക്കുന്നത്, ആരാണ് സംസാരിക്കുന്നത് എന്ന് കാൺമാൻ യോഹന്നാൻ തിരിഞ്ഞു. ഒരുപക്ഷെ യോഹന്നാൻ വളരെ ആകാംക്ഷയോടെ ആയിരിക്കും തിരിഞ്ഞത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഇത് യേശുക്രിസ്തുവിന്റെ ശബ്ദമാണെന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷെ പുറകിലാണ് ഇത് കേട്ടത്. പുറകിലാണ് കേട്ടതെന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ ആകാംക്ഷയോടുകൂടെ ആ കർത്താവിനെ കാണുവാനുള്ള ആർത്തിയോടെ താൻ തിരിയുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. ആത്മാവിൽ കർത്താവിന്റെ ശബ്ദം കേട്ടപ്പോൾ ഇത് കർത്താവിന്റെ ശബ്ദമാണെന്ന് മനസ്സിലായപ്പോൾ ആർത്തിയോടെ ആകാംക്ഷയോടെ കർത്താവിനെ ഒന്നുകൂടെ കാണാൻ അവനോട് പുറകിലുണ്ടല്ലോ എന്നുള്ളൊരു ആവേശത്തോടെ യോഹന്നാൻ തിരിയുന്നതാണ് നമ്മൾ കാണുന്നത്. തിരിഞ്ഞപ്പോൾ തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെയാണ് താൻ ദർശിച്ചത്. തേജസ്കരിക്കപ്പെട്ട യേശു, ഇതുവരെ കാണാത്ത ഒരു യേശു. പലസ്തീനിൽ കൂടി നടന്ന കാലഘട്ടത്തിൽ, ഇസ്രായേലിൽ സഞ്ചരിച്ചപ്പോൾ, ഗലീലയിൽ കൂടി കടന്നുപോയപ്പോൾ, കാൽവറിയിലേക്ക് കുരിശും ചുമന്നു പോയപ്പോൾ ഒക്കെ കണ്ട ഒരു യേശു ഉണ്ട്. എന്നാൽ ആ യേശു തേജസ്കരിക്കപ്പെട്ട യേശു ആയിരുന്നില്ല. അവൻ കൃപയിൽ തേജസ്സിനെ പൊതിഞ്ഞു വെച്ചുകൊണ്ടാണ് സഞ്ചരിച്ചിരുന്നത്. കൃപയും സത്യവും നിറഞ്ഞവനായിട്ടാണ്. സത്യം അതിനകത്ത് ഉണ്ടായിരുന്നു, പക്ഷെ ആ സത്യത്തെ കൃപ കൊണ്ട് പൊതിഞ്ഞാണ് കർത്താവ് ഈ ഭൂമിയിൽ കൂടി സഞ്ചരിച്ചത്. എന്നാൽ ഇപ്പോഴിതാ ആ സത്യം മാത്രം വെളിപ്പെടുകയാണ്. കൃപ പൊതിഞ്ഞിരുന്ന മൂടുപടം നീങ്ങിപ്പോയിട്ട് തേജസ്സുള്ളവനായ മഹത്വമുള്ളവനായ കർത്താവായ യേശുക്രിസ്തു ആണ് ഇവിടെ വെളിപ്പെട്ടു വരുന്നത്. ആ ദർശനമാണ് യോഹന്നാൻ കാണുന്നത്. 20ാം വാക്യം കൂടെ നോക്കുകയാണെങ്കിൽ, വായിക്കുകയും ഈ കാണുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. വായിക്കുമ്പോൾ തന്നെ കണ്ടത് അക്ഷരീയമായി വ്യാഖ്യാനിക്കരുത്. കാരണം പ്രതീകാത്മകമായിട്ടാണ് ചില കാര്യങ്ങളൊക്കെ കാണുന്നതെന്ന് 20ാം വാക്യം വ്യക്തമാക്കുന്നു. അതിങ്ങനെയാണല്ലോ, 7 നിലവിളക്ക് 7 സഭകളാകുന്നു, 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. അത് ശ്രദ്ധിക്കുക. ദൂതന്മാരാകുന്നു എന്ന് ശ്രദ്ധിക്കുക, സഭകളാകുന്നു എന്ന് ശ്രദ്ധിക്കുക. 7 നിലവിളക്കുകളാകുന്ന സഭകൾക്കാണ് ഈ പുസ്തകം ലഭിക്കാൻ പോകുന്നത്. നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ ഓരോ പ്രാദേശിക സഭയും അന്ധകാര ലോകത്തിൽ ദൈവത്തിന്റെ വെളിച്ചം പ്രകാശിപ്പിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചല്ലോ. അത് മറക്കരുത്. അതിന്റെ ഒരു പ്രതീകമായിട്ടാണ് നിലവിളക്കുകളെ കാണിക്കുന്നത്. അതിനെ നയിക്കുന്ന, അതിനെ നിയന്ത്രിക്കുന്ന, അതിനെ ഉപദേശിക്കുന്ന ദൂതന്മാരുള്ളത് കൊണ്ടാണ്, സന്ദേശവാഹകന്മാരുള്ളത് കൊണ്ടാണ് അവിടെ ദൂതന്മാരെ നമ്മൾ കാണുന്നത്. 7 നിലവിളക്ക് സഭകൾ, 7 നക്ഷത്രങ്ങൾ 7 സഭകളുടെ ദൂതന്മാരാകുന്നു. അതുകൊണ്ട് യോഹന്നാൻ കണ്ടത് യോഹന്നാന് മനസ്സിലായി. പക്ഷെ യോഹന്നാൻ കണ്ടതിനെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ അതിന്റെ പ്രതീകാത്മക അർത്ഥം കൂടി ഗ്രഹിച്ചുകൊണ്ട് വേണം നമുക്ക് അതിന്റെ അർത്ഥങ്ങളിലേക്ക്, അർത്ഥ തലങ്ങളിലേക്ക് പോകുവാനായിട്ട്. ആത്മാവിൽ ആ തലങ്ങളിലേക്ക് ഉയർന്ന് നാം സഞ്ചരിക്കേണ്ടതാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. 12ാം വാക്യം, യോഹന്നാൻ കണ്ടതിലേക്ക് നമ്മൾ തിരിച്ചു വന്നാൽ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു. ശ്രദ്ധിക്കണം,
യോഹന്നാൻ കണ്ടതിലേക്ക് തിരിച്ചു വന്നാൽ, യോഹന്നാൻ കേട്ടത് നമ്മൾ പഠിച്ചു, കണ്ടതിലേക്ക് തിരിച്ചു വന്നാൽ 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി മനുഷ്യപുത്രനോട് സാദൃശ്യമുള്ള ഒരുത്തനെ കണ്ടു. യേശുവിന്റെ വസ്ത്രം ശ്രദ്ധിച്ചാൽ, വസ്ത്രധാരണ രീതി ശ്രദ്ധിച്ചാൽ, അതൊരു രാജാവ് ന്യായം വിധിക്കാൻ ഇരിക്കുന്ന ചിത്രമാണ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. അതുകൊണ്ടാണത് എടുത്തു പറഞ്ഞത്. നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്ന മനുഷ്യപുത്രനോട് സദൃശനായവൻ എന്ന് പറഞ്ഞപ്പോൾ അവന്റെ വസ്ത്രം നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളത് കൊണ്ടാണ് യോഹന്നാൻ അത് വിവരിച്ചത്. അപ്പൊ ആ വസ്ത്രത്തിലേക്ക് നമ്മൾ നോക്കിയാൽ യേശു ന്യായം വിധിക്കാനായിട്ട് വന്നിരിക്കുന്ന ഒരു ജഡ്ജ് കിങ് എന്ന് വേണമെങ്കിൽ പറയാം. ക്രൈസ്റ്റ് ഗാർമെന്റ്സ് ആർ ദോസ് ഓഫ് എ ജഡ്ജ് കിങ്. ഒരു ന്യായാധിപതിയും രാജാവുമായിരിക്കുന്ന ആളുകൾ, ബഹുമാനവും തേജസ്സും അധികാരവുമുള്ള ഒരുത്തൻ, അവൻ ന്യായം വിധിക്കുന്നതിനായിട്ട് ഇറങ്ങി വന്നിരിക്കുന്ന ഒരു ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരേണ്ടത്. ഹീസ് അഡോൺഡ് വിത്ത് ഓണർ ആൻഡ് ഗ്ലോറി ആൻഡ് അതോറിറ്റി. ഈ വന്നിരിക്കുന്ന കർത്താവ് ബഹുമാനമുള്ളവനാണ്, തേജസ്സുള്ളവനാണ്, അധികാരമുള്ളവനാണ്. അങ്ങനെയുള്ള ഒരാളെയാണ് യോഹന്നാൻ ഒറ്റ നോട്ടത്തിൽ തന്നെ കാണുന്നത് എന്നറിയണം. ഇങ്ങനെ ആയിരുന്നില്ല പലസ്തീനിൽ കൂടി നടന്ന യേശുവിനെ യോഹന്നാൻ കണ്ടത്. എന്നാൽ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഉണ്ടാകുന്നത്. ഈ കണ്ട കാര്യങ്ങള് നമ്മൾ പഠിക്കുമ്പോൾ വേദപുസ്തകത്തിൽ വേറെയും പുസ്തകങ്ങളുണ്ടല്ലോ, അതിലൊക്കെ ഇതിന് സമാനതയുള്ള ദർശനങ്ങൾ, ദൈവപുത്രന്റെ വെളിപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൂടി താരതമ്യപ്പെടുത്തി പഠിച്ചാൽ ഒരു പഠിതാവിന് കുറെ കൂടെ ഉൾക്കാഴ്ച ലഭിക്കുവാനായിട്ട് ഇടയാകും. ഞാൻ പ്രത്യേകിച്ച് നിങ്ങളുടെ ശ്രദ്ധ ഡാനിയേൽ പ്രവചനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഡാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 9 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ഡാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം മുതൽ 22-ാമത്തെ വാക്യം വരെ ഒന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതും ഇപ്പോൾ നമ്മൾ വായിക്കുന്ന വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം മുതലുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ 12-ാം വാക്യം മുതലുള്ളതെങ്കിലും നിങ്ങളൊന്ന് താരതമ്യപ്പെടുത്തി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ രസകരമായിട്ട്, വളരെ ആത്മീയമായിട്ട് കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കും. ഞാനത് മുഴുവൻ വായിച്ച് കേൾപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് ആ ഭാഗം വായിക്കാവുന്നതാണ്. എന്നാൽ ഡാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം ഇങ്ങനെയാണ്: ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ, അപ്പൊ ഇവിടെ യോഹന്നാൻ നോക്കിക്കൊണ്ടിരുന്നത് പോലെ ഡാനിയേൽ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു. അതുകൊണ്ടും കൂടെയാണ് ഞാൻ ഇത് കമ്പയർ ചെയ്ത് പഠിക്കണം. അപ്പോഴാണ് ഒരു ജഡ്ജ് കിങ്, ഒരു ന്യായാധിപതിയായ രാജാവാണ് വെളിപ്പെട്ട് വന്നിരിക്കുന്നതെന്ന് എടുത്തു പറഞ്ഞത്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു, വയോധികനായ ഒരുത്തൻ ഇരുന്നു. ഈ ന്യായാസനങ്ങളിൽ വന്ന ഒരാൾ ഇരിക്കുന്നു. അവന്റെ പേരാ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അവന്റെ ഫീച്ചേഴ്സാ പറഞ്ഞിരിക്കുന്നത്. വയോധികനായ ഒരുത്തൻ ഇരുന്നു. വയോധികനായി പോയതുകൊണ്ടായിരിക്കാം നമ്മൾ 8-ാം വാക്യത്തിൽ വെളിപ്പാട് 1-8 വായിച്ചത് ആൽഫയും ഒമേഗയും, ഇരുന്നവൻ, ഇരിക്കുന്നവൻ, വരുന്നവൻ, സർവശക്തിയുള്ളവൻ, എല്ലാറ്റിന്റെയും ആരംഭമായവൻ. അതുകൊണ്ട് ഹി അപ്പിയേഴ്സ് ടു ബി ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ്. വയോധികനെ പോലെയാണ് ഇരിക്കുന്നത്. ഒരു വയോധികനായവൻ ഇരുന്നു. അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയും ആയിരുന്നു. ഡാനിയേൽ 7-ാം അധ്യായത്തിന്റെ 9-ാം വാക്യമാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു, വയോധികനായ ഒരുത്തൻ ഇരുന്നു. അവന്റെ വസ്ത്രം ഹിമം പോലെ വെള്ളയും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയും ആയിരുന്നു. 13-ാം വാക്യത്തിൽ പറയുകയാണ്, ഡാനിയേൽ 7:13, മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ. തുടർന്ന് നിങ്ങൾ വായിച്ചോണം, മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ. അപ്പൊ ഇതും ഈ വെളിപ്പാടിൽ ഇപ്പൊ നമ്മൾ വായിച്ചു കേട്ടതും കൂടി ഒന്ന് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇത് സമന്വയിക്കുന്നത് നോക്കുക. വെളിപ്പാട് 1:14, അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും. എന്താണത് കാണിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ വെളുത്ത തലമുടിയുടെ കാര്യം എടുത്തു പറഞ്ഞത്? നേരത്തെ നമ്മൾ ദാനിയേലിന്റെ പുസ്തകത്തിൽ വായിച്ചത് അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെ. അപ്പൊ അത് എടുത്തു പറഞ്ഞത് നമ്മുടെ തലയൊക്കെ ഹിമത്തോളം വെളുത്തു പോകുന്നത് പ്രായമാകുമ്പോഴാണ്. അതൊരു കുറച്ചിലായിട്ടാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്.
അതുകൊണ്ട് കഴിയുമെങ്കിൽ എന്തെങ്കിലും കറുത്ത സാധനങ്ങൾ, ഡൈയോ വേറെ ഏതെങ്കിലും ഒക്കെ വിഗോ ഒക്കെ വെച്ച് നമ്മുടെ തലയുടെ വെളുപ്പ് മാറ്റി അതിനെ കറുപ്പിച്ച് തന്നെ വെക്കാനായിട്ടാണ് മനുഷ്യൻ ശ്രദ്ധിക്കുന്നത്. എന്നാൽ ഇവിടെ ഈ മനുഷ്യപുത്രനോട് സദൃശനായവൻ ഡൈ അടിച്ചിട്ടില്ല കേട്ടോ, വിഗ് വെച്ചിട്ടില്ല. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും. എന്താണത് കാണിക്കുന്നത്? അവന്റെ മാറ്റമില്ലാത്ത നിത്യതയാണ് അത് കുറിക്കുന്നത്. അത് അവന്റെ മാറ്റമില്ലാത്ത നിത്യ സ്വഭാവത്തെയാണ് കുറിക്കുന്നത്. ഇരുന്നവൻ, ഇരിക്കുന്നവൻ, വരുന്നവൻ, മാറ്റമില്ലാത്തവൻ. അതുകൊണ്ട് തന്നെയാണ് ഡാനിയേൽ വയോധികനായവൻ, ദി ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ് എന്ന് പറഞ്ഞത്. ഡാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ ദി ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ്, വയോധികനായവൻ എന്ന് ആവർത്തിച്ചു പറയുന്നുണ്ട്. 9-ാം വാക്യത്തില്, 13-ാം വാക്യത്തില്, 22-ാം വാക്യത്തില്. ഡാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 9, 13, 22 ഈ വാക്യങ്ങളൊക്കെ പരിശോധിച്ചാൽ വയോധികനായവൻ എന്ന പ്രയോഗം നിങ്ങൾക്ക് കാണാം. അതിന്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ വയസ്സായവനല്ല, വയസ്സില്ലാത്തവൻ എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പോൾ വയസ്സായ ഒരുത്തനെന്നല്ല, കാലം കൊണ്ട് വയസ്സായി പോയ, കാലം കൊണ്ട് ക്ഷീണിച്ച് ബലഹീനനായി പോയ, തലയെല്ലാം നരച്ചു പോയ എന്നുള്ള അർത്ഥത്തിലല്ല. എന്റെ തല ഈയിടെ കണ്ടപ്പോൾ എന്റെ ഒരു കൊളീഗ് പറഞ്ഞു, ഓ തലയെല്ലാം അങ്ങ് നരച്ച് വയസ്സായി പോയല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിലേക്ക് നോക്കണ്ട, എന്റെ ഹൃദയത്തിലേക്കും എന്റെ ചൈതന്യത്തിലേക്കും നോക്കാനായിട്ട് പറഞ്ഞു. അപ്പൊ അതുപോലെ നമ്മൾ ഈ തല നരച്ചിരിക്കുന്നത് കാണുമ്പോൾ ഇപ്പൊ എങ്ങാണ്ടങ്ങ് വല്ലാതെ വയസ്സായി പോയതാണ് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ ചിത്രം, ഈ ദർശനം നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം വയസ്സില്ലാത്തവൻ, നിത്യൻ എന്നാണ്. എന്നും അവന്റെ തല അങ്ങനെയായിരുന്നു, എന്നും അവന്റെ തലമുടി അങ്ങനെ തന്നെ ആയിരുന്നു. അത് ഇന്ന് അങ്ങനെ ആയതല്ല, നാളെ അതിനൊരു മാറ്റം വരികയുമില്ല. ഇതിനു മുമ്പ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, മനുഷ്യർക്കെല്ലാം, മനുഷ്യന്റെ അവസ്ഥകൾക്കെല്ലാം മാറ്റങ്ങൾ വരുന്നുണ്ട്. മനുഷ്യനും മനുഷ്യന്റെ അവസ്ഥയ്ക്കും, ശരീരത്തിന്, ബന്ധങ്ങൾക്ക്, കാഴ്ചപ്പാടുകൾക്ക്. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്, നമ്മുടെ നിത്യദൈവത്തിന്, നിത്യപിതാവായ ദൈവത്തിന് മാറ്റമില്ല. അവൻ ഇന്നലെ ഇന്നും എന്നേക്കും അനന്യനാണ്. അവൻ വയസ്സില്ലാത്തവനാണ്. അവൻ എന്നും ഒരുപോലെ ഇരിക്കുന്നവനാണ്. ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമാണ്. അത് ഏറ്റവും പ്രധാനമായിട്ട് നാം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. 15-ാം വാക്യത്തില്, വെളിപ്പാട് 1:15 അവന്റെ കണ്ണിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അവന്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തത്. അവന്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തത്. അതിന്റെ അർത്ഥം എന്താ? അവന്റെ കണ്ണ് എല്ലാം കാണുന്ന കണ്ണാണ്. ഇറ്റ് ക്യാൻ സീ എവറിഥിങ്, ഓൾ. അവന് മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. കാരണം ഇത് ന്യായവിധിയുടെ സന്ദർഭമാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചത് മറന്നുപോകരുത്. നീതിയോടെ ന്യായം വിധിക്കാനായിട്ട് വരുന്ന ഒരു രാജാവിന് കുറച്ച് കാര്യങ്ങൾ മറഞ്ഞിരിക്കുന്നുവെങ്കിൽ, നമ്മുടെ ഈ ലോകത്തിലെ പല കേസുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പലതും മറച്ചു വെച്ചാണ് വാദിക്കുന്നത്, പലതും മറച്ചു വെച്ചാണ് ജയിക്കുന്നത്. എന്നാൽ ഈ ന്യായാധിപതിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒന്നും അവിടെ മറച്ചു വെക്കാനായിട്ട് പറ്റുകയില്ല. എല്ലാം കാണുന്ന അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള കർത്താവാണ് ന്യായം വിധിക്കുന്നതിനായിട്ട് ഇറങ്ങി വന്നിരിക്കുന്നത്. നീതിയോടെ ന്യായം വിധിക്കാൻ എല്ലാം കാണേണ്ടത് ആവശ്യമാണല്ലോ, എല്ലാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണല്ലോ. വെളിപ്പാട് പുസ്തകം തന്നെ 19-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഭൂമിയിലേക്ക് രാജാവായിട്ട് ഇറങ്ങി വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു ചിത്രമുണ്ട്. അത് വായിക്കണം എന്ന് ഞാൻ നിങ്ങളെ നേരത്തെ ഓർമ്മപ്പെടുത്തിയിരുന്നു. ആരെങ്കിലും മറന്നുപോയെങ്കിൽ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്ലീസ് റീഡ് ചാപ്റ്റർ 19 ഓഫ് റെവലേഷൻ. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം വായിക്കണം. അതിന്റെ 12-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, അവന്റെ കണ്ണ് അഗ്നിജ്വാല, ഫ്ലെയിം ഓഫ് ഫയർ. അവന്റെ കണ്ണ് അഗ്നിജ്വാല. അവൻ ദൈവവചനം തന്നെയാണല്ലോ. അതുകൊണ്ട് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12, 13 വാക്യങ്ങൾ വായിച്ചാൽ ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് അവിടെ പറയുകയാണ്, അത് ജീവനും ചൈതന്യവും ഉള്ള ഇരുവായ്ത്തല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. അത് ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതാണ്. അപ്പൊ അത്രയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് 13-ാം വാക്യത്തിലാണ് വെളിപ്പെടുന്നത്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. അവനെ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. എബ്രായ ലേഖനം 4:13 ശ്രദ്ധിക്കണേ. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ദാനിയേൽ പ്രവചനത്തിലേക്ക് ഒന്നുകൂടെ തിരിച്ചു പോയിട്ട് വരികയാണെങ്കിൽ, ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവന്റെ കണ്ണ് തീപ്പന്തം പോലെയും, അവന്റെ കണ്ണ് തീപ്പന്തം പോലെയും, പെനിട്രേറ്റിംഗ് ഇൻസൈറ്റ്, ഐ വിറ്റ്നസ് നോളജ് ഓഫ് the total life of the church and the believer
എന്നാണ് അതിന്റെ അർത്ഥം. അവന്റെ കണ്ണ് തീപ്പന്തം പോലെ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ് എന്ന് പറഞ്ഞാൽ കർത്താവിനെ പെനിട്രേറ്റിംഗ് ഇൻസൈറ്റ്, അകത്തേക്ക് കടന്നു എന്ന് ഓരോരുത്തന്റെയും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുവാനുള്ള കഴിവുണ്ട്. നമുക്ക് പലതും അഭിനയിക്കുവാനും മറച്ചു വയ്ക്കുവാനും കാപട്യത്തോടെ സംസാരിക്കുവാനും പെരുമാറാനും ഒക്കെ കഴിയുമെങ്കിൽ കർത്താവിന് മുമ്പിൽ ഈ നാട്യങ്ങളൊന്നും നിലനിൽക്കുകയില്ല. അതെല്ലാം വെളിപ്പെട്ടു പോകും, എല്ലാം ട്രാൻസ്പാരന്റ് ആയി പോകുമെന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. അത്ര പെനിട്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻസൈറ്റ് ആണ് നമ്മുടെ കർത്താവിനുള്ളത്. ഐ വിറ്റ്നസ് നോളജ് ഓഫ് ദ ടോട്ടൽ ലൈഫ് ഓഫ് ദ ചർച്ച് ആൻഡ് ദ ബിലീവർ എന്ന് ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കുക. നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതവും സഭാജീവിതവും എല്ലാം പൂർണ്ണമായിട്ട് അവൻ ദർശിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അവന് മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല എന്ന് പ്രത്യേകം നാം ഓർത്തിരിക്കേണ്ടതാണ്. നമ്മൾ തന്നെ പറയാറുണ്ടല്ലോ, 2 or 3 പേർ അവന്റെ നാമത്തിൽ എവിടെങ്കിലും കൂടിയാൽ അവരുടെ നടുവിൽ കർത്താവ് ഉണ്ടെന്ന്. നമ്മുടെ സഭായോഗങ്ങളിലൊക്കെ അവന്റെ സാന്നിധ്യം ഉണ്ടെന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ നമ്മുടെ സഭകളിൽ നടക്കുന്ന പല കാര്യങ്ങളും നടക്കുകയല്ല. അവിടെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇതൊന്നും വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കാതെയാണ് അവിടെ ഇരിക്കുന്നത് എന്നുള്ളതും കാണുന്ന എന്റെ കർത്താവ്. അവന് നമ്മുടെ ചിന്തകളും നമ്മുടെ വിചാരങ്ങളും എല്ലാം അറിയാം. അവനൊരു സൃഷ്ടിയും ഒരു ചിന്തയും ഒന്നും മറന്നിരിക്കുന്നില്ല. മനുഷ്യന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണങ്ങൾ ദോഷമുള്ളത് എന്ന് ആദ്യകാലം മുതൽ ദൂരത്ത് നിന്ന് ഗ്രഹിച്ചിട്ടുള്ളവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് അവന് എല്ലാ കാര്യങ്ങളും അറിയാം. ആ പെനിട്രേറ്റിംഗ് ഇൻസൈറ്റിനെയാണ് അവന്റെ അഗ്നിജ്വാല പോലെയുള്ള കണ്ണ് വെളിപ്പെടുത്തുന്നത്. നമ്മളെ റിമൈൻഡ് ചെയ്യുകയാണ്, ഇങ്ങനെ ഒരുത്തനാണ് ന്യായം വിധിക്കുന്നതിനായിട്ട് വന്നിരിക്കുന്നത്. ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് നമുക്കൊരവസരമാണ് കേട്ടോ. ഇങ്ങനെ ഒരു ന്യായാധിപതിയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയിൽ അന്ന് എല്ലാം വെളിപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു നാണക്കേട് ഒഴിവാക്കുന്നതിനായിട്ട് അവനിൽ ഈ പ്രത്യാശയുള്ളവനല്ല, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കട്ടെ എന്ന് നാം വായിക്കുന്നത് പോലെ ഇപ്പോൾ തന്നെ നമ്മളെ നിർമ്മലീകരിക്കുവാൻ തക്കവണ്ണം ഇപ്പോൾ തന്നെ നമുക്ക് ഒരു ഒരുക്കവും ഒരു സമർപ്പണവും ആവശ്യമാണ് എന്നുള്ള കാര്യമാണ് ഈ ദർശനത്തിൽ കൂടി നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടത്. വീണ്ടും നമ്മൾ മുമ്പോട്ട് വായിച്ച് പോവുകയാണെങ്കിൽ ഈ കണ്ട കർത്താവിന്റെ തലമുടി, കണ്ണ്, പിന്നെ താഴേക്ക് ഓരോ അവയവങ്ങളെ കുറിച്ചും ഒരധികം വർണ്ണനകളുണ്ട്. 15-ാം വാക്യം അവന്റെ കാലിനെ കുറിച്ച് പറയുകയാണ്. കാൽ ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശം. ഹിസ് ഫീറ്റ് ഓഫ് ബേണിംഗ് ബ്രാസ്. അവന്റെ കാൽ ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം. ബൈബിളിലെ ഈ പ്രതീകങ്ങളുടെ അർത്ഥം നാം ഗ്രഹിക്കണം. ന്യായവിധിയെ സൂചിപ്പിക്കുന്നു ഈ പ്രയോഗം. സമാഗമന കൂടാരത്തിലേക്കൊന്ന് തിരിഞ്ഞു പോയാൽ അവിടെ താമ്ര യാഗപീഠത്തിന്മേലാണ് പാപയാഗം, അകൃത്യയാഗം അർപ്പിക്കുന്നത്. അവിടെയാണ് തീ ആ പാപത്തെ, ആ അകൃത്യത്തെ ദഹിപ്പിച്ചത് എന്ന് മറന്നു പോകരുത്. പുറപ്പാട് പുസ്തകം 27-ാം അധ്യായത്തിന്റെ 2-ാം വാക്യവും 38-ാം അധ്യായത്തിന്റെ 2-ാം വാക്യവും മാത്രം വായിച്ചാൽ യാഗപീഠം എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് അവിടെ വിവരിച്ചിട്ടുണ്ട്. അത് താമ്ര യാഗപീഠം എന്നാണ് അറിയപ്പെടുന്നത്. ആ ബ്രാസ് തന്നെയാണ് അവന്റെ കാൽ ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശം എന്ന് പറഞ്ഞപ്പോൾ ന്യായവിധി നടത്തുന്നതിനായിട്ട് വന്നിരിക്കുന്ന ഒരു കർത്താവിനെയാണ് നാം കാണുന്നത്. ന്യായവിധിയാണ് അത് സൂചിപ്പിക്കുന്നത്. ഇവിടെ കർത്താവ് സഭകളെ വിധിക്കുവാൻ, വിലയിരുത്തുവാൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ചുരുക്കം. 7 സഭകൾക്ക് സന്ദേശം അയക്കുമ്പോൾ ആരാണ് ഈ സന്ദേശം അയച്ചേക്കുന്നതെന്ന് ചോദിച്ചാൽ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശമായ കാലുള്ളവൻ, അവനാണ് ഇവിടെ ഇറങ്ങി വന്നിരിക്കുന്നത്. വരുന്ന അധ്യായങ്ങളിൽ നാം സഭകൾക്കുള്ള സന്ദേശങ്ങൾ പരിശോധിക്കാൻ പോവുകയാണ്. പരിശോധിക്കുമ്പോൾ ഓരോ സഭയുടെയും അവസ്ഥ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് കർത്താവ് പറയുന്നു എന്ന് നിങ്ങൾ മറന്നു പോകരുത്. നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു, നിന്റെ പ്രയത്നം ഞാൻ അറിയുന്നു, നിന്നെക്കുറിച്ച് ചില കുഴപ്പങ്ങൾ പറയാനുണ്ട്. നീ അത് ഓർത്ത് ഏതിൽ നിന്ന് വീണു എന്ന് മനസ്സിലായി മാനസാന്തരപ്പെടണം. അല്ലാഞ്ഞാൽ നിന്നെ നിലവിളക്ക് ഞാൻ ആ നിലയിൽ നിന്ന് നീക്കിക്കളയും. അല്ലാഞ്ഞാൽ നിനക്ക് ചില പ്രയാസങ്ങളൊക്കെ വരാനായിട്ട് പോകുന്നുണ്ട്. എന്നാൽ ജയിച്ചാൽ ഞാൻ നിനക്ക് ചില പ്രതിഫലങ്ങൾ തരുവാനായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്, നമ്മൾ കാണുന്നത് ഒരു കിങ് ജഡ്ജിനെയാണ്, രാജാവും ന്യായാധിപതിയുമായിരിക്കുന്ന ഒരാളെയാണ് കാണുന്നത്. ഇവിടെ കർത്താവ് സഭകളെ വിലയിരുത്തുവാൻ, സഭകളെ വിധിക്കുവാൻ, കർത്താവിന്റെ ദിവസത്തിലുള്ള വിധിയെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എടുക്കപ്പെട്ട സഭ കർത്താവിന്റെ അടുക്കൽ കർത്താവിന്റെ നാളിൽ പ്രതിഫലം പ്രാപിക്കുവാനായിട്ട് അവന്റെ ന്യായാസനത്തിന് മുമ്പിൽ ചെല്ലുമ്പോൾ വിധിക്കപ്പെടും, വിലയിരുത്തപ്പെടും. നമ്മുടെ വർക്ക് ഇവാലുവേറ്റഡ് ആകുമെന്ന് പറഞ്ഞിട്ടുള്ളത് ഓർക്കുക. എന്നാൽ അന്ന് നാണം കെടാതിരിക്കുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ കുറവുകൾ, ഒരു സ്കാനൊക്കെ എടുത്ത് നമ്മുടെ കുറവുകളൊക്കെ ഒന്ന് കാണിച്ചു തന്നിട്ട് നമ്മൾക്ക് ക്രമീകരിക്കുവാനും ഒരു അവസരം തരാനായിട്ട് കർത്താവ് പോവുക. ഇതിൽ കൂടുതൽ നമ്മളെ സ്നേഹിക്കുവാനും
നമുക്ക് അവസരങ്ങൾ തരുവാനും വേറെ ആർക്കാ കഴിയുന്നത്? അവൻ ഇറങ്ങി വന്നിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ സഭകളെ വിധിക്കുവാൻ, സഭകളെ വിലയിരുത്തുവാൻ, അവരുടെ കുറവുകൾ അവർക്ക് കാണിച്ചു കൊടുക്കുവാൻ. ഇപ്പൊ പണിഷ്മെന്റ് കൊടുക്കുന്നില്ല, അത് തിരുത്താൻ ഒരു അവസരം കൊടുക്കാനാണ്. അടുത്ത അധ്യായങ്ങളിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആ ഇവാലുവേഷൻ, ആ ജഡ്ജ്മെന്റ് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുമല്ലോ. എന്നാൽ കർത്താവിന് ഈ സഭകളെ മാത്രമല്ല കാണാൻ കഴിയുന്നത് എന്ന് നാം അറിഞ്ഞിരിക്കണം. ഈ സഭകൾ ഇരിക്കുന്ന ലോകത്തെയും ലോകത്തിലെ ദുഷിച്ച വ്യവസ്ഥിതികളെയും, സഭയെ ഒരു കപ്പലിനോട് നിങ്ങൾ ഉപമിച്ചാൽ, കടലില്ലാതെ കപ്പലിനെ ഓടാൻ പറ്റത്തില്ല. കപ്പല് ഒരു കടലിൽ ഇരിക്കുന്നത് പോലെ സഭ ഇരിക്കുന്നത് ലോകത്തിലാണ്. പക്ഷെ കപ്പലിന് ഓട്ടോ വീണിട്ട് കപ്പലിനകത്ത് കയറിയാൽ കപ്പലിന്റെ അവസ്ഥ വല്ലാതെ ആയി പോകും കേട്ടോ. അതുകൊണ്ടാണ് കപ്പലെല്ലാം ഉള്ള ആളുകളൊക്കെ കപ്പലിന് കീഴിലിട്ട് പെയിന്റ് അടിച്ച് ഓട്ടകളൊക്കെ അടച്ച് കുറെ ഓടിക്കഴിഞ്ഞാൽ വളരെ പരിശോധിച്ച് വളരെ റിപ്പയേഴ്സൊക്കെ നടത്തിയിട്ടാണ് പിന്നീട് ഒരു യാത്ര പോകുന്നത്. നമ്മൾ എങ്ങനെയാണ്? നമുക്ക് അങ്ങനത്തെ എന്തെങ്കിലും പരിശോധനകൾ, അനുദിന പരിശോധനകൾ, നമ്മുടെ കുറവുകൾ, കുഴപ്പങ്ങളൊക്കെ മാറ്റാനായിട്ടുള്ള ശ്രമങ്ങൾ എന്തെങ്കിലും നാം നടത്തുന്നുണ്ടോ? കർത്താവ് കപ്പലിനെയും കാണുന്നുണ്ട്, കടലിനെയും കാണുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് കർത്താവ് സഭയെ മാത്രമല്ല വിലയിരുത്തുവാനായിട്ട് പോകുന്നത്. കർത്താവ് ഈ ഭൂമിയെ നോക്കുമ്പോൾ, ഈ ലോകത്തെ നോക്കുമ്പോൾ, ഭൂമിയുടെ പൂർണ്ണതയും കർത്താവിനുള്ളതാണ്. ഈ ലോകമൊക്കെ അവന്റേതാണ്, അവൻ സൃഷ്ടിച്ചതാണ്. എന്നാൽ ഈ ലോകം ഇന്ന് ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. അവന്റെ നിയന്ത്രണത്തിൽ ഈ ലോകത്തിൽ വ്യവസ്ഥിതികളെല്ലാം ദുഷിച്ചിരിക്കുന്നു. രാഷ്ട്രീയം, സാമൂഹ്യം, മതം, സാമ്പത്തികം, ഈ വ്യവസ്ഥയൊക്കെ നിങ്ങൾ നോക്കിയാൽ അതെല്ലാം ന്യായവിധിക്ക് ഒരുങ്ങിയിരിക്കുകയാണ്. അതിനകത്തെല്ലാം മനുഷ്യന്റെ ടച്ച് വന്നിട്ട്, പിശാചിന്റെ സ്വാധീനം വന്നിട്ട് ദൈവത്തിന്റെ താല്പര്യങ്ങളോട്, ദൈവത്തിന്റെ ആലോചനകളോട് വളരെ ദൂരെയായി പോയിരിക്കുന്നു. അതുകൊണ്ട് സഭയെ മാത്രമല്ല, ദുഷിച്ച ലോക വ്യവസ്ഥിതികളെയും കർത്താവ് ന്യായം വിധിക്കേണ്ടതിനാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. ന്യായവിധി കഴിഞ്ഞിട്ട് വേണമല്ലോ ശിക്ഷ നൽകാൻ, അത് മറന്നു പോകരുത്. പ്രതിഫലമോ ശിക്ഷയോ നൽകുവാനായിട്ട് ന്യായവിധി കഴിഞ്ഞിട്ട് വേണമല്ലോ. ആദ്യം ന്യായം വിധിക്കണം, അതിനുശേഷമാണ് ശിക്ഷ നൽകേണ്ടത്. അതുകൊണ്ട് ന്യായം വിധിക്കുന്നതിനായിട്ടാണ് ഈ കർത്താവ് ഇറങ്ങി വന്നിരിക്കുന്നത്. അവൻ പണ്ടേ ഉള്ളവനാണ്. അവന്റെ തലയും തലമുടിയും ഒക്കെ വെളുത്ത പഞ്ഞു പോലെയാണ് ഇരിക്കുന്നത്. അവന്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്ത കണ്ണാണ്. അവനെല്ലാം കാണാം. പണ്ട് മുതലുള്ള, ആദ്യം മുതലുള്ള എല്ലാം കാണാന്നായി പറഞ്ഞതിന്റെ അർത്ഥം. ഈ ഭൂമി ഉണ്ടായത് മുതൽ അവനാണല്ലോ ഉണ്ടാക്കിയത്. അന്ന് മുതലുള്ള എല്ലാ കാര്യങ്ങളും അവനറിയാം. അവൻ അന്ന് മുതലേ ഉള്ളവനാണ്. ഹി ഈസ് ദ ബിഗിനിങ്. അവനാണ് ആരംഭം. അവനെല്ലാം അറിയാം. നമ്മെക്കുറിച്ചും അറിയാം. നാം അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമായിരുന്നപ്പോൾ തന്നെ അവനറിയാം. അവനറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ള കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. അത് നമ്മളെ ബോധ്യപ്പെടുത്താനായിട്ടാണ് അവന്റെ തലയും തലമുടിയും ഇങ്ങനെ ഇരിക്കുന്നത്, അവന്റെ കണ്ണ് തീപ്പന്തം പോലെ ഇരിക്കുന്നത്, അവന്റെ കാൽ ഉലയിൽ ചുട്ടുവഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശമായിരിക്കുന്നത്. 15-ാം വാക്യത്തിൽ വീണ്ടും പറയുകയാണ്, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ആയിരുന്നു. ഹിസ് വോയിസ് ആസ് ദ സൗണ്ട് ഓഫ് മെനി വാട്ടേഴ്സ്. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ആയിരുന്നു. എന്താണ് അതിന്റെ അർത്ഥം? അവന്റെ ശബ്ദം ആധികാരികതയുടെ ശബ്ദമാണ്. ഞാൻ നേരത്തെ ഓർപ്പിച്ചല്ലോ, അവൻ കൽപ്പിക്കുക ചെയ്യുന്നു. താൻ അധികാരത്തോടും ശക്തിയോടും കൂടെയാണ് സംസാരിക്കുന്നത്. സംശയിച്ചല്ല. അവൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ തന്നെ അവൻ പഠിപ്പിച്ചതൊക്കെ കണ്ടപ്പോൾ ആളുകൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും സംസാരിച്ചിട്ടില്ല. മാത്രമല്ല, അവൻ പരീശന്മാരെയും ന്യായശാസ്ത്രിമാരെയും പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ പഠിപ്പിച്ചത്. അവൻ അധികാരമുള്ളവനായിട്ടാണ് പഠിപ്പിച്ചത്. താൻ അധികാരത്തോടും ശക്തിയോടും കൂടെയാണ് സംസാരിക്കുന്നത്. അത് കേട്ടനുസരിച്ചേ മതിയാകൂ എന്നർത്ഥം. ഹിസ് വോയിസ് ഈസ് വോയിസ് ഓഫ് അതോറിറ്റി. അവന്റെ ശബ്ദം ആധികാരികതയുടെ ശബ്ദമാണ്. അതുകൊണ്ടാണ് അവൻ കൽപ്പിച്ചു എന്ന് പറഞ്ഞത്. അവന് സംശയമില്ല. അവനത് വീണ്ടും റിവ്യൂ ഹർജി കൊടുത്ത് പുനഃപരിശോധിക്കേണ്ടതായിട്ട് വരുന്നില്ല. അവന് തെറ്റ് പറ്റുന്നില്ല. അനുദപിക്കുവാൻ, തിരുത്തി പറയുവാൻ, റിവ്യൂ എടുക്കുവാൻ അവന് മനുഷ്യനല്ല. അതുകൊണ്ടാണ് ബൈബിളിന് പോലും ഒരു റിവൈസ്ഡ് എഡീഷൻ ഇല്ല എന്ന് ഞാൻ പറയുന്നത്. മറ്റെല്ലാ പുസ്തകങ്ങൾക്കും റിവൈസ്ഡ് എഡീഷൻ ഉണ്ട്. ബട്ട് ഫോർ ബൈബിൾ ദർ ഇസ് നോ റിവൈസ്ഡ് എഡീഷൻ, ബിക്കോസ് ഇറ്റ്സ് ദ വേർഡ് ഓഫ് ഗോഡ്. അത് ദൈവത്തിന്റെ വചനമാണ്. അത് ആധികാരികതയുടെ ശബ്ദമാണ്. അതിന് വള്ളി പുള്ളി വ്യത്യാസം വരികയില്ല. അവന്റെ ശബ്ദം ആധികാരികതയുടെ ശബ്ദമാണ്. വോയിസ് ഓഫ് അതോറിറ്റി. ഹി ക്യാൻ കോൾ ദ യൂണിവേഴ്സ് ഇൻ ടു എക്സിസ്റ്റൻസ്. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ അവന് കഴിയും. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ വെളിച്ചം ഉണ്ടാകും. അതത് തരം വിത്തുള്ള സസ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാകും. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. അവന്റെ ശബ്ദത്തിന് അത്രയധികം ആധികാരികതയുണ്ട്. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ അവന് കഴിയും. മരിച്ചവരെ വിളിച്ചുണർത്തുവാൻ അവന് സാധിക്കും. ഹി ക്യാൻ കോൾ ദ ഡെഡ് ഇൻ ടു ലൈഫ്.
തന്റെ ശബ്ദം ആധികാരികതയുടെ ശബ്ദമാണ്. മാത്രമല്ല വെളിപ്പാടിന്റെ എല്ലാ തന്തുക്കളും, എവറി സ്ട്രാൻഡ് ഓഫ് റെവലേഷൻ തന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. ഈ വെളിപ്പാടിലും ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളുടെ എല്ലാം ചരടുകൾ അവന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. പിതാവാൻ ദൈവത്തിന് ലോകത്തോടുള്ള അന്തിമ വാക്ക് തന്നെ പുത്രന്റേതാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഈ അന്ത്യകാലത്തെ പുത്രൻ മുഖാന്തരം ദൈവം പണ്ട് ഭാഗമായി വിവിധമായി പ്രവാചകന്മാർ മുഖാന്തരം ഒക്കെ സംസാരിച്ചിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. ഇറ്റ് ഈസ് ഫൈനൽ. ഇതിനപ്പുറത്ത് വേറൊന്ന് കേൾക്കുവാനായിട്ട് ഇല്ല. ഫൈനൽ വേർഡ്. ആത്യന്തികമായിട്ട് പുത്രനാണ് ഈ ലോകത്തോട് കാര്യങ്ങൾ കൽപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനിയും താഴോട്ട് നാം വായിക്കുമ്പോൾ അവന്റെ ശരീരത്തിന്റെ പല ഫീച്ചേഴ്സും കുറെ കൂടെ നമുക്ക് പരിശോധിക്കാനായിട്ടുണ്ട്. 16-ാം വാക്യം മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിശോധിക്കാവുന്നതാണ്. എന്നാൽ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു ദർശനം, യോഹന്നാൻ കണ്ടത് എന്താണെന്നാണ് നാം ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. യോഹന്നാൻ കേട്ടു, യോഹന്നാൻ കണ്ടു. യോഹന്നാൻ കണ്ടത് മുഴുവനും നമുക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. സാരമില്ല, ഇന്ന് തന്നെ പഠിച്ചു തീർക്കണമെന്നില്ല. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ബാക്കി പഠിക്കാമല്ലോ. അവന്റെ തലയും തലമുടിയും, അവന്റെ കണ്ണ്, അവന്റെ കാല്, അവന്റെ ശബ്ദം, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പരിശോധിച്ചത്. ചുരുക്കമായിട്ട് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർത്താൽ, അവൻ ആദ്യം മുതലേ ഉള്ളവനും എല്ലാം അറിയുന്നവനുമാണ്. അവന് പ്രായമില്ല. അവൻ ആണ് സമയം, അവനാണ് ആദി, അവനാണ് അന്ത്യം. അതാണ് അവന്റെ തല നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അവന്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തത് എന്ന് പറഞ്ഞാൽ ഓൾ നോയിങ്. അവനെല്ലാം അറിയാം. എല്ലാ രഹസ്യങ്ങളെയും അവൻ പരസ്യമാക്കി കളയും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ അതൊക്കെ അവനോട് ഏറ്റുപറയുന്നതാണ് നല്ലത്. അവന്റെ കാൽ ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോടിന് സദൃശം എന്ന് പറഞ്ഞാൽ അവൻ ന്യായം വിധിക്കും. അവൻ ന്യായാധിപതിയാണ്. അതിനെ ഒന്നുകൂടെ അരക്കിട്ട് ഉറപ്പിക്കുകയാണ്. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ എന്ന് പറഞ്ഞപ്പോൾ ആധികാരികതയുടെ ശബ്ദം. ഈ കർത്താവാണ് വെളിപ്പെട്ട് വരുന്നത്. ഇവന്റെ മുമ്പിലാണ് നമുക്ക് നിൽക്കാനുള്ളത്. ഇവനെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. പക്ഷെ ആ ഒരു ഭയഭക്തി ഇല്ലാതെയാണ് നാം പലപ്പോഴും വ്യാഖ്യാനങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ആത്മീയ കാര്യങ്ങളെക്കുറിച്ചും വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ചും പറഞ്ഞു വിടുന്നത്. അതിൽ ഞാൻ ദുഃഖിതനാണ്. ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, നമുക്ക് വിനയപ്പെടാം. നമുക്ക് ഈ കർത്താവിന് മുമ്പിൽ ഒരു ദിവസം നിൽക്കേണ്ടതാണ്. ഇപ്പോൾ തന്നെ അവന്റെ കണ്ണ് നമ്മളെ ശോധന ചെയ്യട്ടെ. ഇപ്പോൾ തന്നെ അവൻ നമ്മളെ വിധിച്ചിട്ട് നമ്മളുള്ള കുറവുകളെ നമുക്ക് കാണിച്ചു തരട്ടെ. അവന്റെ ആധികാരികതയുടെ ശബ്ദം കേട്ടിട്ട് അവനാണ് അവസാന വാക്ക്. കർത്താവ്, നീ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ എന്നെ നിനക്ക് സമർപ്പിക്കുന്നു, ഞാൻ തിരുത്തുന്നു, ഞാൻ നിന്റെ വചനപ്രകാരം എന്റെ ജീവിതത്തെ ക്രമീകരിച്ചു കൊള്ളാം, നിന്റെ വചനത്തിൽ ഞാൻ വിറയ്ക്കുന്നു. അവന്റെ വചനത്തിൽ വിറയ്ക്കുന്നവൻ, അരിഷ്ടൻ, മനസ്സ് തകർന്നവൻ, അവനെയാണ് അവൻ കടാക്ഷിക്കുന്നത്. ഇപ്പോൾ അതിനുള്ളൊരു അവസരമാണ്. ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം, ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം. ഇന്ന് നാം അവന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും അന്ന് ലജ്ജിക്കേണ്ടതായിട്ട് വരികയില്ല. എന്നാൽ ഇന്ന് നാം ബലം പിടിച്ചു നിന്നാൽ, ഇന്ന് നാം കാപട്യത്തിലിരുന്നാൽ, ഇന്ന് നാം വ്യാജത്തിലിരുന്നാൽ ഇതെല്ലാം വെളിപ്പെട്ട് വരുന്ന ഒരു ദിവസമുണ്ട്. ന്യായവിധി നടക്കുമ്പോൾ മനുഷ്യന്റെ രഹസ്യങ്ങൾ വെളിപ്പെടും എന്ന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ആ രഹസ്യങ്ങളെല്ലാം അവന്റെ മുമ്പിൽ നമുക്കൊന്ന് സമർപ്പിക്കാം. കർത്താവേ, നീ മാത്രമാണ് എല്ലാം അറിയുന്നവൻ, നീ മാത്രമാണ് എന്നെ സൃഷ്ടിച്ചവൻ, നീ അറിയാതെ ഒരു വാക്കും എന്റെ ജീവിതത്തിൽ ഇല്ല, ഒരു ചിന്തയുമില്ല എന്ന് പറയാനുള്ള ഒരു ആർജവം, ഒരു പ്രാഗൽഭ്യം ദൈവമക്കളെ ഈ പുസ്തകം പഠിക്കുമ്പോൾ അല്ല, നമ്മുടെ ജീവിതത്തിൽ ഉടനീളം വേദപുസ്തകം വായിക്കുന്ന ഏതൊരു ഭക്തനും ഉണ്ടാകേണ്ടതാണ്. ആ കാര്യത്തിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ ഇന്ന് സഹായിക്കട്ടെ, നമ്മളെ തിരുത്തട്ടെ. 16-ാം വാക്യം മുതലുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനായിട്ട് മാറ്റാം. നമുക്ക് നമ്മളെ കർത്താവിന്റെ കാര്യങ്ങളിൽ സമർപ്പിക്കാം. കർത്താവെ, സ്വർഗ്ഗസ്ഥ പിതാവേ, തിരുവചനത്തിനായി, അവിടുത്തെ അത്ഭുതകരമായ ആലോചനകൾക്കായി, കർത്താവെ, അവിടുത്തെ വെളിപ്പാടുകൾക്കായി ഞാൻ നന്ദി പറയുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിനായി സ്തോത്രം. അവന്റെ കണ്ണുകൾ അഗ്നിജ്വാലയ്ക്കൊത്തത്, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, അവന്റെ കാൽ ന്യായവിധിയുടേത്. കർത്താവ്, ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വിനയപ്പെട്ട് നിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ കർത്താവ് ഞങ്ങൾ പരിശോധിക്കുകയാണ്. ഞങ്ങളുടെ കുറവുകൾ ധാരാളമാണ്, ഞങ്ങളുടെ വീഴ്ചകൾ കർത്താവ്, ഞങ്ങൾ പലതിലും തെറ്റിപ്പോകുന്നുണ്ട്. ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ ശക്തീകരിക്കണമേ. സ്വയമായിട്ട് ഞങ്ങൾക്ക് കഴിയാതെ ഇരിക്കുമ്പോൾ ഞങ്ങളെ ശക്തനാക്കുന്നവനൊരുത്തനുണ്ട്. ഞങ്ങളെ സഹായിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനായിട്ട് സ്തോത്രം. ആത്മാവിന്റെ കൃപയാൽ ഈ ദിവസങ്ങളിൽ കർത്താവ് യോഹന്നാനെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് തൊട്ട് എഴുന്നേൽപ്പിച്ചതുപോലെ ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ, ഞങ്ങളെ ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ. കർത്താവ്, എല്ലാ മൂടുപടങ്ങളും നീങ്ങിപ്പോയിട്ട് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയെ രൂപാന്തരപ്പെടുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ തന്നെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. വിരോധി ഞങ്ങളെ കൊണ്ട് ഒരു തിന്മയും പറയാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് കർത്താവ് ഞങ്ങളെ തന്നെ എല്ലാറ്റിലും മാതൃകയായിട്ട് കാണിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിച്ച് ഞങ്ങൾ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. കൃപയാൽ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളോട് സംസാരിക്കുന്ന വചനങ്ങൾ ശുദ്ധീകരിക്കുന്നതാണ്, ഞങ്ങൾക്ക് ജീവനും ആത്മാവും പകരുന്നതാണ്.
ഞങ്ങൾ ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തുന്നു. കൃപയിൽ ഞങ്ങളെ മറച്ചാട്ട് തിരുനാമത്തെ മഹത്വപ്പെടുത്തണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.